ഏയ് അലേർട്ടായിരിക്കും തോന്നുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാ. മധുരക്കാരന് പേടിയോ? അങ്ങനെ പറയാൻ പറ്റില്ല. മനസ്സിന് ചെറിയൊരു വേവലാതി. ഇങ്ങനത്തെ സമയത്ത് ടെൻഷനാണ് നമ്മുടെ വീക്ക്നെസ്. താളം തെറ്റിയ എല്ലാം തെറ്റും. ടെൻഷൻ വല്ലതും ഉണ്ടെങ്കിൽ ദൈവത്തെ വിളിച്ചാൽ മതി. ഈ സമയത്ത് ഏത് ദൈവത്തിനെ വിളിക്കാനാടാ? ഇഷ്ട ദൈവത്തെ വിളിച്ചോ മച്ചാനെ. ഇപ്പൊ തന്നെ അയച്ചോട്ടെ. ക്ഷമിക്കടാ, ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല. 2 വീട്ടിൽ ടിവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്റെ ഫ്ലാറ്റിൽ എല്ലാവരും 10 മണിക്ക് ഉറങ്ങുന്നില്ല പറഞ്ഞ. ഇപ്പൊ ആരും ഉറങ്ങിയില്ലെന്ന് പറഞ്ഞ? അറിയില്ലടാ, താഴത്തെ കണ്ണുകൂട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല. ഡാ, 1 മിനിറ്റ്. ദാ ഗേറ്റ് പൂട്ടി. അയാൾ ഗേറ്റ് പൂട്ടി. അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ നമുക്ക് തുടങ്ങിയാലോ? നിക്കടാ, ഇതൊന്നും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ. നമുക്ക് ഈ ഓപ്പറേഷൻ തന്നെ ഓഫ് ചെയ്താലോ? പാതിൽ ഓഫ് ചെയ്യുന്നത് എന്താ? TV സീലാണോടാ? ഫിറ്റായിരിക്കുന്നവരുടെ വാക്കൊന്നും അപ്പോഴേ കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി, നീ ടെൻഷൻ ആവണ്ട. നീ ഓപ്പറേഷൻ ഓൺ ചെയ്തോ. മച്ചാനെ, വരുന്ന ചാൻസിൽ കഷ്ടം കാണുന്നവൻ മടിയൻ, വരുന്ന കഷ്ടത്തിലെ ചാൻസ് തേടുന്നവനാണ് ബാച്ചിലർ. എന്നെ പോലെ. എടാ, ഞാൻ വൈ അയച്ചു. വയ്യോ? വൈ എന്ന് വെച്ചാ യെസ്, എൻ എന്ന് വെച്ചാ നോ. ഞാൻ വൈ അയച്ചു. എന്ന് വെച്ചാ പിന്നെ ഓട്ടോ വരും. പിന്നെ ഫോൺ വരും. പിന്നെ നീ ഇങ്ങനെ സംസാരിച്ച എനിക്ക് ദേഷ്യം വരും. ഫോണും ഓട്ടോ കട്ട് ചെയ്തിട്ട് മേലെ പോയി കാര്യം നോക്ക്. മച്ചാനെ, അവൾ ഓട്ടോയിലല്ലേ വരുന്നത്. എന്നാലല്ലേ അമൗണ്ട് കുറച്ച് കുറയൂ. ഓട്ടോ തന്നെ. ലഞ്ച് വാങ്ങിച്ചിരുന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ട് 4 ലാർജും വാങ്ങിച്ചു വന്നിട്ട് സൈഡ് ഡിഷ് പോലും കഴിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോടാ. വിശക്കുന്നിടാ. ലവ് ഫെയിലിയർ കാരണം ഞാൻ വിഷമിച്ചിരിക്കുക. അപ്പോഴാണ് നിന്റെ ലഞ്ച്. നീ അതൊക്കെ മറന്ന് ഇതെടുത്ത് കുടിക്ക്. എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെ പറയാൻ വേണ്ടി ഒരു പഠിപ്പൊന്നും വേണ്ടടാ. കുടിച്ചാ മാത്രം മതി. ഇഷ്ടപ്പെട്ട ഓക്കെ എന്ന് പറഞ്ഞത് പിന്നെ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞേ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതല്ലാതെ അവളുടെ വീട്ടിന് മുമ്പിൽ പോയി എന്നും സോറി എന്ന് പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് വേണ്ടത്? കല്യാണം നിന്ന് പോയിട്ട് 4 മാസമായി. ഒരു ഭ്രാന്തനെ പോലെ താടി വളർത്തിയിട്ട് ഇരുട്ടിലെ കണ്ണാടി വിട്ട് കറങ്ങുന്നതിനാടാ. വീട് മച്ചാനെ, അവൾ നിന്നോട് മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. മൂവ് ഓൺ മച്ചാനെ. അവൾ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഒരുമാതിരി വല്ലാതെ വേദനിക്കുന്നടാ. എന്താ ചെയ്യണ്ടേ? അവളോട് പകരം വീട്ടിയാ മതിയോ? അതെങ്ങനെയാ? അവളുടെ ചിന്തയെ നിന്റെ മനസ്സ് മൊത്തം അടച്ചിരിക്കുകയാണ്. ആ അടപ്പെടുത്ത് വിടണമെങ്കിൽ ഇതുപോലൊരു കമ്പ് വേണം. ഏത്? ഈ കമ്പോ? ഈ കമ്പല്ലടാ, ഈ കമ്പ്. എന്താടാ കമ്പെന്ന് പറഞ്ഞു കുൽഫി ഐസ് കാണിക്കുന്നത്? മച്ചാനെ, കുൽഫി ഐസ് ആണ് ഞാൻ പറഞ്ഞ കമ്പ്. ഇവള് നിന്റെ ലൈഫിൽ എൻട്രി ചെയ്യാൻ മധു എക്സിറ്റ് ആയിക്കോളും. ഇവളെ ഞാൻ പ്രേമിക്കണമെന്നാണോ? ചെയ്യണടാ, പക്ഷെ ലവ് അല്ല, അതിനൊക്കെ മേലെ. മാറ്റർ എന്താണെന്ന് തെളിച്ചു പറയടാ. മാറ്റർ ഇസ് എ മാറ്റർ. മച്ചാനെ, നിനക്ക് ഓക്കെ ആണെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. എന്നിട്ട് ആ പാർട്ടി നിന്നെ തേടി വരും. എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല. നിന്നെ വിശ്വസിക്കാത്ത മധു വേണോ അതോ നിന്റെ ജീവൻ വേണോ? ജീവൻ വേണമെങ്കിൽ ഈ ചരക്ക് നിനക്ക് വേണം. ഇതൊക്കെ തെറ്റല്ലടാ. തെറ്റാണെങ്കിൽ ഗവൺമെന്റ് നിന്നടാ കോണ്ടം വിൽക്കുന്നത്. ഭാഗ്യം ആരും കേട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ബുദ്ധിയിൽ അപ്ലോഡ് ചെയ്യാം. ഞാൻ ആ മൂലയിൽ പോയി ഡൗൺലോഡ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ ഫോണ് കാണുന്നതിന് 5000 രൂപ കൊടുത്ത് അവളെ നേരിട്ട് കാണാൻ നിൽക്കുക. അല്ലടാ, ഞാൻ വെറുതെ നോക്കിയതാ. വോട്ട ഇല്ലാത്ത PP ഊതിയിട്ട് കാര്യമില്ലടാ. അങ്ങനെയാണെങ്കിൽ നീ ഒന്നിനും കൊള്ളൂലെന്നും ചരക്കിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നും അർത്ഥം. ആരോട് നീ എന്താടാ പറയുന്നത്? വളയാത്തവളെ പോലും ഞാൻ 5 മിനിറ്റ് കൊണ്ട് വളയ്ക്കോ? അറിയോ? ഫോൺ ചെയ്യടാ. ആർക്കടാ? ആ കുൽഫിയെ വിളിക്കടാ, വേഗം ആവട്ടാ. വട്ടാണോ നിനക്ക്? 1 മണി തൊട്ട് കുടിച്ചോണ്ടിരിക്കുക, നേരെ നിൽക്കാൻ പോലും വയ്യ നിനക്ക്. ഇതിനിടയ്ക്ക് അവളെ വിളിക്കണത്ര. പോടാ അവിടുന്ന്. അല്ല, നിനക്കെന്താ ടെൻഷൻ ഒന്നും പാടില്ല. ഇന്ന് രാത്രി എന്നെ തീർക്കണം. ഇപ്പൊ ഏത് ഹോട്ടലാടാ റൂം കിട്ടുക? ഹോട്ടൽ എന്തിനാ? എന്റെ വീട്ടിൽ പോവാം. ആ കൊട്ടാരത്തിലോ? മധു തന്നെ എന്നെ ഇട്ടേച്ചു പോയി. പിന്നെ എന്തിനാടാ ആ കൊട്ടാരം? അത് നമ്മൾ അന്തപുരമായി കൺവേർട്ട് ചെയ്തു. ആരെങ്കിലും കണ്ടാലോടാ? ആര് കാണാനാടാ? 10 മണി കഴിഞ്ഞ ആ റോഡ് തന്നെ ശ്മശാനം പോലെയാ. 10 മണിക്ക് ആ മെയിൻ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാ അതിരാവിലെ ആ പാൽക്കാരന് വേണ്ടി ഗേറ്റ് തുറന്നാലേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള ഒരു 8 hours ഇല്ലേ? നിനക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ. ഇതുപോലെ ഒന്നും എനിക്ക് മുമ്പ് ചെയ്ത് പരിചയമില്ല. ഇതൊക്കെ വർക്കൗട്ട് ആവോടാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. യു ഡോണ്ട് വറി. 10 മണിക്ക് പാർട്ടിയോടെ വരാം. അല്ല, നീ എന്തിനാ വരുന്നത്?
ലവ് മാറ്റർ ആണെങ്കിലും ഫ്രണ്ടിന്റെ ആവശ്യമില്ല, ഇതുപോലത്തെ മാറ്റർ ആണെങ്കിലും ഒട്ടും ആവശ്യമില്ലടാ. ഞാൻ വരുന്നില്ലടാ, നീ മാത്രം എൻജോയ് ചെയ്യ്. എനിക്കൊന്നും ഹലോ, ഞാൻ താഴെ വന്നു. അടുത്തല്ലോ നിക്കുന്നത്. ദൂരത്താ നിക്കണത്. ഫോട്ടോ കട്ട് ചെയ്യണം. രമേശ്, ഓട്ടോ കട്ട് பண்ணுங்க. എത്രയാ? 127 rupees. ഇതാ. ഇതാ ഇതാ, ഒന്ന് വേഗം വരണേ. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. ഒന്ന് പതുക്കെ കേട്ടോ, ഒച്ച ഉണ്ടാക്കരുത്, പതുക്കെ വരണം. വാ, ഇത്രയും ശബ്ദം ഉണ്ടാക്കരുത് പ്ലീസ്. വരൂ. ഒരു മിനിറ്റ്, ആ ചെരുപ്പൊന്ന് തരൂ പ്ലീസ്. വേഗം 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 വാ. വാ വാ വാ. കം കം കം. അതിനിടയ്ക്ക് എവിടെ പോയി? காலி பண்ணுறேன் ஸ்கெட்ச் உடம்பால் காலி பண்ணுறேன் ஹிப்பு நெளிவால் காலி பண்ணுறேன் சூட்ட கிளப்பி സ്വർഗം தெரியால் போத ஏத்தி காலி. പുതിയതാണോ? ഇപ്പൊ മേടിച്ചതാ. 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 3 bedroom വിത്ത് അറ്റാച്ച് ബാത്റൂം. ഫ്ലാറ്റിനെ കുറിച്ചല്ല ചോദിച്ചേ, നിന്നെ കുറിച്ചാ. AC 18 ആണല്ലോ, ഉനക്കെന്താ വേർക്കത്? ചേച്ചാ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ബേസിക് ആയിട്ട് ഹീറ്റ് ബോഡിയാ. ഹീറ്റ് ബോഡിയോ? അതെ. എപ്പോഴും ഇങ്ങനെയാണോ? ടിവിയിലാവത് കണ്ടിട്ടുണ്ടോ? അതെല്ലാം എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ടെൻഷൻ. കുളിച്ചാൽ ശരിയായിരുന്നു. ഓ, അങ്ങനെയാണോ? പക്ഷെ നന്ദു ഇതൊന്നും പറഞ്ഞില്ലല്ലോ. നന്ദു വേറെന്താ പറഞ്ഞിരിക്ക്? അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഞാൻ പോയി കുളിച്ചിട്ട് വരാം കേട്ടോ. ഇല്ലല്ലോ, വേണ്ട, ഞാൻ തന്നെ ഊരിക്കോളാം.